കൊച്ചിയിൽ NCC ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഏറ്റതിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ നമ്മളെ തേടിയെത്തുന്നത്. കാക്കനാട് KMM കോളേജിലെ NCC ക്യാമ്പിൽ പങ്കെടുത്ത 70ഓളം സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. വലിയ തോതിലുള്ള സംഘർഷം അവിടെ നിലനിൽക്കുന്നു. ക്യാമ്പിലേക്ക് തള്ളിക്കയറുകയായിരുന്നു രക്ഷിതാക്കൾ. ഈ ഭക്ഷണ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ചുള്ള പരിശോധനയിലേക്ക് ആരോഗ്യ വകുപ്പ് അധികൃതർ കടന്നിട്ടുണ്ട്. ക്യാമ്പ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവസാന അപ്ഡേറ്റായി നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ക്യാമ്പിൽ നിന്ന് മടങ്ങുന്നു. പല രക്ഷിതാക്കളും എത്തി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷേ ഇപ്പോൾ ചികിത്സയിലുള്ള കുട്ടികളുടെ അവസ്ഥ അത് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പറയുന്നത്. ഉദ്യോഗസ്ഥരെത്തി ഈ ഭക്ഷണ സാമ്പിളുകൾ ഉൾപ്പെടെ പരിശോധിച്ച് എന്ത് വീഴ്ചയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് അറിയാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ കഴിയില്ല എന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് എത്തി രക്ഷിതാക്കളുമായിട്ട് ഒരു അനുനയ ചർച്ച നടത്തുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ഒത്തുതീർപ്പിന് അവർ വഴങ്ങുന്നില്ല. രക്ഷിതാക്കൾ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പല കുട്ടികളും അവർക്ക് നൽകിയ ഭക്ഷണം അതുപോലെ തന്നെ വെള്ളം അതൊക്കെ വളരെ വൃത്തിഹീനമായിരുന്നു എന്നാണ് അഭിപ്രായപ്പെട്ടത്. 3 ദിവസമായിട്ട് തുടരുന്ന ക്യാമ്പാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ നമ്മൾ കണ്ടു. അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ മാത്രമാണ് ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഈ രക്ഷിതാക്കളുമായി ഒരു അനുനയ നീക്കം നടത്തുന്നത്. NCC ക്യാമ്പിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ യാതൊരു മറുപടിയും നൽകുന്നില്ല, പ്രതികരണം നടത്തുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എങ്ങനെയാണ് ഇത്രയും കുട്ടികൾ അവിടെ ഈ ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിൽ പോകേണ്ടി വന്നത് എന്നുള്ള ചോദ്യമാണ് അവിടെ പ്രധാനമായും ഉയരുന്നത്. കുട്ടികൾ അവരുടെ രോഷപ്രകടനം നടത്തുന്നുണ്ടായിരുന്നു. അരുൺ ശങ്കർ ചേരുന്നുണ്ട് തത്സമയം അവിടെ നിന്ന്. അരുൺ, വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കുട്ടികൾ പലരും അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന അവസ്ഥയുമുണ്ട്. എന്താണ് നിലവിലെ സ്ഥിതി അരുൺ? അരുൺ കേൾക്കാമെങ്കിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ഇനിയിപ്പോൾ ഭക്ഷണ സാമ്പിൾ പരിശോധിക്കണം. എന്ത് വീഴ്ചയാണ് അവിടെ സംഭവിച്ചത്? ഇത്രത്തോളം ഗുരുതരമായിട്ടുള്ള ഒരു ഭക്ഷ്യവിഷബാധ അതിപ്പോൾ കുട്ടികളുടെ സ്ഥിതി ഗുരുതരമല്ല എങ്കിൽ കൂടി എന്ത് പാളിച്ച അവിടെ സംഭവിച്ചു എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട് അരുൺ. തീർച്ചയായിട്ടും അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവർ എല്ലാ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. ഇവിടെ നൽകിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ സാമ്പിളുകൾ, അതോടൊപ്പം തന്നെ ഉപയോഗിച്ച കിണർ വെള്ളത്തിൻ്റെ സാമ്പിൾ എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് പരിശോധനയ്ക്ക് അയക്കും. ആ പരിശോധനയിലൂടെ മാത്രമേ ഈ ഭക്ഷ്യവിഷബാധ സംബന്ധിച്ചുള്ളൊരു സ്ഥിരീകരണം നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. NCC ക്യാമ്പിൻ്റെ പ്രോട്ടോകോൾ പ്രകാരം ഇവിടെ നൽകുന്ന എല്ലാ ഭക്ഷണത്തിൻ്റെയും സാമ്പിളുകൾ 48 മണിക്കൂർ ശേഖരിച്ച് വെക്കാറുണ്ട്. അത് ഒരു പ്രോട്ടോക്കോളാണ്. അങ്ങനെ പ്രോട്ടോകോൾ പ്രകാരം ശേഖരിച്ച് വെച്ച സാമ്പിളുകൾ ഇവർ ശേഖരിക്കുകയും അതോടൊപ്പം തന്നെ കിണർ വെള്ളമാണ് ഒരു വിലയിലായിട്ട് ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾ പറയുന്നത്. ആ കിണർ വെള്ളവും ശേഖരിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇതിൻ്റെ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോവുക. എന്തായാലും കുട്ടികൾക്ക് കൂട്ടത്തോടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ള കാര്യം വസ്തുതയാണ്. അതുകൊണ്ടാണ് അവരെ കൂട്ടത്തോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ആദ്യഘട്ടത്തിൽ ഈ കുട്ടികൾ ആരോഗ്യ സ്ഥിതി സംബന്ധിച്ച് പരാതി പറഞ്ഞപ്പോൾ അത് മൈൻഡ് ചെയ്യാൻ അധികൃതർ തയ്യാറായില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പിന്നെ കൂട്ടത്തോടെ കുട്ടികൾ ഓരോരുത്തരായി പരാതി പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ക്യാമ്പിലുണ്ടോ? ഇല്ല, ഞങ്ങളിവിടുത്തെ SFI ലീഡർഷിപ്പാണ്. ഇവരറിഞ്ഞിട്ട് വന്നതാ. എന്താ കുട്ടികൾ പറയുന്നത്? നിലവിലിപ്പോൾ ഈ ക്യാമ്പ് തുടങ്ങിയിട്ട്, അതായത് ഇത്രയും വിഷയം ഉണ്ടായിട്ട് ക്യാമ്പ് നിർത്താത്തൊരു സാഹചര്യം ഉണ്ട്. അപ്പോൾ SFI എന്നുള്ള രീതിക്ക് ഇതിൽ ഇടപെടാൻ വേണ്ടി വന്നതാണ്. ക്യാമ്പ് ഇപ്പോൾ നിർത്തിവെച്ചൊരു സാഹചര്യം ഉണ്ട്. വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിലേക്ക് ഇടപെട്ടിരിക്കുകയാണ്. കാരണം ഈ വാർത്തകളൊക്കെ അറിഞ്ഞ് അവരും ഇവിടെ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ക്യാമ്പ് താൽക്കാലികമായി നിർത്തി എന്നുള്ളതാണ് അവസാനമായിട്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. ക്യാമ്പിലെ കുട്ടികളൊക്കെ ഇപ്പോൾ കൂട്ടത്തോടെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. കൂടുതൽ ആളുകൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളിലുമാണ്. അവരുടെ അച്ഛനമ്മമാർ വന്നാൽ ഉടൻ തന്നെ അവർ വീടുകളിലേക്ക് പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളെന്തായാലും അച്ഛനമ്മയൊക്കെ വന്നോ? ഇല്ല, വന്നിട്ടില്ല. അവർ പുറപ്പെട്ടോ? പുറപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പ് നിർത്തിയോ? എന്താ പറയുന്നവര്? ക്യാമ്പ് നിർത്തി. ഇന്നത്തോണ്ട് നിർത്തിയെന്നാ പറഞ്ഞവര്. കൊറേ പേര് ഇവിടെ നോയപ്പോ ചോരയൊക്കെ തുപ്പിയാ പോയത്. സീരിയസ് ആണ്.
കുഴഞ്ഞു വീണിട്ട് ബോധം മൊത്തം പോയി. നേരിട്ട് കണ്ടോ പറഞ്ഞു കേട്ടോ? നേരിട്ട് കണ്ടോ അതോ പറഞ്ഞു കേട്ടോ? കണ്ടേം ചെയ്ത് പറഞ്ഞു കേട്ടോ. എന്റെ കൂട്ടുകാരനെ അവിടെ നിന്ന് സ്റ്റെപ്പിന്ന് ഇറങ്ങി അവിടെ ചെന്ന് കുഴഞ്ഞാ വീണത്. അവൻ ബോധം പോയി. എത്ര മണിക്കായിരുന്നു ഈ സംഭവം? ഫുഡ് കഴിക്കണം. ഞങ്ങൾ ഒരു 7:30-7 മണിയൊക്കെ ആകുമ്പോ ഫുഡ് കഴിക്കോടാ. അത് മുമ്പാണ് സംഭവം. ആദ്യം കുറച്ച് പേര് വീണുള്ളൂ, പിന്നെ കുറെ പേര് വീണ് പൊക്കിക്കൊണ്ട് ആംബുലൻസ് ഒക്കെ വന്ന് കുറെ പേര് അങ്ങനെ പോയി. കൂടെ ഉണ്ടായിരുന്ന ആരെങ്കിലും അങ്ങനെ പോയിട്ടുണ്ടോ? പിന്നെ കുറെ പേര് വീണ് നമ്മ നടന്നോണ്ടിരിക്കുന്ന തന്നെ കുറെ പേര് അവിടേക്ക് ഛർദ്ദിച്ചു. സ്കൂളിൽ പഠിച്ച ആരെങ്കിലും അങ്ങനെ അറിയാവുന്ന? റംസാൻ ഓരോരുത്തർ അവൻ തന്നെ തലയിറങ്ങിയൊക്കെ വീണേക്കണായിരുന്നു. അപ്പൊ എന്നിട്ട് ഇവിടെ കൊണ്ടുപോയപ്പോ ഇവിടെ ആരുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ കൊണ്ടുപോയാ. കുട്ടികൾ പറയുന്നത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയമാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം കുട്ടികൾ തലകറങ്ങി വീണെന്നും അതോടൊപ്പം തന്നെ ഛർദ്ദിച്ചപ്പോൾ ചോര വന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അത് ഗൗരവമുള്ള വിഷയം തന്നെയാണ് പറയുന്ന കാര്യം. അക്കാര്യത്തിലൊക്കെ ഇനി വിശദീകരണം നൽകേണ്ടത് ആശുപത്രി അധികൃതരും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പ് നടത്തുന്നവരുമാണ്. എന്തായാലും ആശുപത്രിയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നുള്ളതാണ് ഇതുവരെയും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 70-ലധികം വിദ്യാർത്ഥികളെയാണ് ക്യാമ്പിൽ പങ്കെടുത്ത 70-ലധികം വിദ്യാർത്ഥികളെയാണ് വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ ഇടപെട്ട കുറച്ചും കൂടി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ശരി. എന്തായാലും ജില്ലാ ഭരണകൂടം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായിട്ടുള്ള ഒരു നടപടികളിലേക്ക് അധികം വൈകാതെ തന്നെ കടക്കുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം.